ലോകത്തിന്റെ കണ്ണുകളെല്ലാം ഇപ്പോൾ പലസ്തീനിലേക്കാണ്. അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ചേർന്ന് ഒരു പുതിയ സമാധാന കരാർ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 20 ദിന സമാധാന കരാറോടുകൂടി പലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഒരു പരമാധികാര രാജ്യം എന്നുള്ള നിലയിൽ പലസ്തീന്റെ ഒരു സ്വതന്ത്ര അവസ്ഥയോ പരമാധികാരത്തെയോ അംഗീകരിക്കുന്നതല്ല ഈ നിർദ്ദേശങ്ങളിൽ പലതും. അതുമാത്രമല്ല, അമേരിക്ക ഇതിനു മുമ്പ് പലതവണ വെടിനിർത്തൽ കരാറുകൾ പ്രഖ്യാപിക്കുകയും അതിന്റെ എല്ലാം തുടർച്ചയായിട്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7-ാം തീയതി ആകുമ്പോൾ 2 വർഷമാകും തുടർച്ചയായ ഈ ആക്രമണം ആരംഭിച്ചിട്ട്. അതിനു മുമ്പ് എത്രയോ കാലമായി പലസ്തീനിൽ ഈ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. പലരും കരുതുന്നത് ഹമാസ് ഇസ്രായേലിൽ ഈ കഴിഞ്ഞ മുൻ വർഷത്തെ ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടത്തിയപ്പോഴാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 77 വർഷമായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണിത്. പല സമയത്തും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇതിനു മുമ്പും പലതവണ ഇസ്രായേൽ പലസ്തീന് മുമ്പ് ചെയ്തിട്ടുണ്ട്. 1948 ഇസ്രായേൽ രൂപവൽക്കരിക്കുന്ന കാലത്ത് തന്നെ ഇസ്രായേൽ രാജ്യം പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ രാജ്യം വെട്ടിമുറിച്ച് ഇസ്രായേൽ രൂപീകരിച്ചതിന് എതിർത്ത രാജ്യമാണ് ഇന്ത്യ അന്ന് മുതൽ എല്ലാ കാലത്തും പലസ്തീൻ പക്ഷത്തായിരുന്നു നിലനിർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേശീയവാദികൾ എന്ന് അവകാശപ്പെടുന്ന പലരും ഇസ്രായേലിന് അനുകൂലമാവുകയും പലസ്തീന് എതിരാവുകയും ചെയ്യുന്ന വിരോധാഭാസമായ ഒരു സന്ദർഭം കൂടി നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി ഈ 2 വർഷങ്ങളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യക്ക് തുല്യമായ കാര്യങ്ങളാണ്. അവിടെ 18,000 കുഞ്ഞുങ്ങൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്രയധികം ജേർണലിസ്റ്റുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ പോലുമില്ല. ഡോക്ടർമാർ, മനുഷ്യാവകാശ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ തുറകളിലുള്ള ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജേർണലിസ്റ്റുകളെ പലരും കൊല്ലപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം അവർ ഭീകരവാദികളാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പലസ്തീനിൽ നിന്ന് പലസ്തീൻകാരായ ജേർണലിസ്റ്റുകൾ നടത്തുന്ന വാർത്തകളിലൂടെയാണ് അല്ലെങ്കിൽ അവർ പുറത്തുകൊണ്ടിരുന്ന വാർത്തകളിലൂടെയാണ് നമ്മൾ പലസ്തീൻ പ്രശ്നം ഇപ്പോൾ അറിയുന്നത് തന്നെ. പുറമേ നിന്നുള്ള ജേർണലിസ്റ്റുകളെ അവിടെ പ്രവേശിക്കുന്നത് പോലുമില്ല. BBC അടക്കമുള്ള പല മാധ്യമങ്ങളും ഇവിടെ പുതിയ ജേർണലിസ്റ്റുകളെ അങ്ങോട്ടേക്ക് പ്രവേശിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യുന്നില്ല. ഇസ്രായേൽ പലസ്തീനുള്ള വെള്ളവും വെളിച്ചവും ഭക്ഷണവും നിഷേധിക്കുകയാണ് എന്ന് എത്രയോ കാലമായി ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു പക്ഷേ വലിയൊരു പട്ടിണി മരണത്തിന്റെ വക്കിലായിട്ടും ഭക്ഷണങ്ങൾ എത്തിക്കാൻ പോലും പലപ്പോഴും ഇസ്രായേൽ തയ്യാറായില്ല. അങ്ങനെ ഏറ്റവും ചരിത്രത്തിൽ ഒരു തരത്തിൽ ഏറ്റവും ക്രൂരമായ ഒരു വംശഹത്യ നടക്കുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന ഒരു 20 ദിന പദ്ധതിയുമായി പലസ്തീന്റെ ഒരു തരത്തിലുമുള്ള സർവാധികാരത്തെയോ പരമാധികാരത്തെയോ സ്വാതന്ത്ര്യത്തെയോ അംഗീകരിക്കാത്ത പദ്ധതികളുമായി ഇപ്പോൾ അമേരിക്കയും കൂട്ടരും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെ പലസ്തീൻ സ്വീകരിക്കുമോ? പലസ്തീന് അതിന് വഴങ്ങേണ്ടി വരുമോ? ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. പക്ഷേ ഇത് പ്രശ്നത്തിന് പരിഹാരമാണ് എന്നുള്ള കാര്യം മാത്രം പലപ്പോഴും നമ്മൾ കരുതാൻ പാടില്ല. കാരണം ഈ പറയുന്ന കൂട്ടുകൊലയ്ക്കോ പലസ്തീൻ ജനതയുടെ ഭൂമിയുടെ നഷ്ടത്തിനോ അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അധിനിവേശത്തിനോ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഗ്രാബിങ്ങിനോ ഒരു തരത്തിലും ഒരു പരിഹാരമല്ല ഈ വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശങ്ങൾ പോലും. മരിച്ചാൽ കൊന്നുകളഞ്ഞ കുട്ടികളുടെയോ ജേർണലിസ്റ്റുകളുടെയോ മനുഷ്യാവകാശ പ്രവർത്തകരുടെയോ ഡോക്ടർമാരുടെയോ ഒരു തരത്തിലും ജീവന് ഒരു പരിഹാരവുമല്ല ഈ നിർദ്ദേശങ്ങൾ. എന്നാൽ പോലും ഒരുപക്ഷെ പലസ്തീനിന് വഴങ്ങേണ്ടി വരും എന്ന് കരുതുന്ന ധാരാളം പേർ ഇപ്പോഴുമുണ്ട്.